നിങ്ങൾ കിങ്ഡം കേട്ടിട്ടുണ്ടോ? കൊറിയൻ കിങ്ഡം അല്ല, തെലുങ്ക് കിങ്ഡവും അല്ല. ജാപ്പനീസ് കിങ്ഡം. ഇതുവരെ 4 പാർട്ട് മാത്രം റിലീസായിട്ടുള്ള ഒരു ആക്ഷൻ വാർ മൂവിയാണത്. ആലിസ് ഇൻ ബോർഡർലാൻഡിലെ നമ്മളെല്ലാവരുടെയും ഫേവറേറ്റ് ആയ അരിസു, ശരിക്കും പേര് കെൻഡോ യാമസാക്കി. അദ്ദേഹമാണ് ഈ സീരീസിലെ പ്രധാന കഥാപാത്രം ചെയ്തിരിക്കുന്നത്. ഹിസ്റ്റോറിക്കൽ ആക്ഷൻ മൂവീസ് ഒരുപാടുണ്ട് നമ്മളറിവിൽ, പക്ഷേ മറ്റു മൂവീസിൽ നിന്ന് ചില കാര്യങ്ങൾ ഇതിൽ വ്യത്യസ്തമായിട്ട് കൊണ്ടുവരുന്നത് എന്താ വെച്ചാൽ, ഒരു പാർട്ട് അവസാനിക്കുന്നത് എവിടെയാണോ, അതായത് ഇൻ ദ മിഡിൽ ഓഫ് വാർ, അങ്ങനെയാണ് അവർ അവസാനിപ്പിക്കുക. അല്ലാതെ ഒരു കംപ്ലീറ്റ് സ്റ്റോറി പറഞ്ഞ് ഇനി അടുത്തൊരു പാർട്ട് അവർ കഥ എഴുതി കൊണ്ടുവരികയല്ല. ദേ ഹാവ് ഓൾറെഡി എ സ്റ്റോറി, ഒരു ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറി അവരുടെ കയ്യിലുണ്ട്. അവർ ഒരു പോർഷൻ ആകുമ്പോൾ അത് അവസാനിപ്പിക്കും, കഥ അവസാനിപ്പിക്കും, എന്നിട്ട് ബാക്കി അടുത്ത പാർട്ടിൽ പറയും. അങ്ങനെയാണ് ഈ സിനിമ കൊണ്ടുപോകുന്നത്. അതായത് ഇപ്പോൾ ഒരു മിഡിൽ ഓഫ് ദ വാർ ഒരു സംഭവം നടക്കുന്നു, സിനിമ അവിടെ അവസാനിക്കുന്നു. പിന്നീട് അടുത്ത പാർട്ടിൽ എവിടെയാണോ തുടങ്ങിയത് അത് അവിടെ നിന്ന് തന്നെ പിന്നെയും ബാക്കി കഥ പറയുന്നു. ആ ഒരു അപ്രോച്ചാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എല്ലാം ഗൂസ് ബംസ് തരുന്ന രീതിയിൽ വളരെ അടിപൊളിയാക്കി ചെയ്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിലെ ക്യാരക്ടേഴ്സ്, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഈ അരിസൂടെ ഷിൻ എന്നൊരു കഥാപാത്രമാണ് ഇതിൽ മെയിൻ, ഞാൻ നേരത്തെ പറഞ്ഞു. പക്ഷേ സ്റ്റോറി എല്ലാവർക്കും ഒരുപോലെ തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് അവരവരുടെ സമയത്തെത്തുമ്പോൾ. അല്ലാതെ എപ്പോഴും ഈ ഷിൻ എന്ന കഥാപാത്രത്തെ മാത്രം ടോപ്പ് ലെവലാക്കി കൊണ്ടുവന്ന് അങ്ങനെയല്ല. ഓരോ സ്റ്റോറി വരുമ്പോഴും എല്ലാവർക്കും, ഇപ്പം വില്ലന്മാരായിക്കോട്ടെ, അവർക്കും അവരുടേതായ രീതിയിൽ അവരുടെ പവേഴ്സ് കാണിച്ചുകൊണ്ട് അവർക്കും നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. അത് സത്യം പറഞ്ഞാൽ ഇതിന് മുമ്പൊന്നും അങ്ങനെ ഞാനത്രയും കണ്ടിട്ടില്ല. ഒരു വില്ലന്മാരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് അവരുടെ വിഷമങ്ങൾ പറയുക, ഒരു വില്ലന്മാരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് അവർക്ക് കുറച്ചും കൂടി ഒരു ബിൽഡപ്പ് കൊടുക്കുക എന്നുള്ളതൊക്കെ അത്യാവശ്യം നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കണ്ടന്റ് തന്നെ ആയിരുന്നു. സോ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ലൊരു റിഫ്രഷിംഗ് ആണ് ഈ സ്റ്റോറി. ഇതുവരെ ആക്ച്വലി 4 പാർട്ടാണ് ഈ സിനിമ ഇതുവരെ റിലീസായിരിക്കുന്നത്. ഇനിയിപ്പം 5th പാർട്ട് റിലീസ് ചെയ്യാനുണ്ട്. ആക്ച്വലി ഞാൻ അന്വേഷിച്ചപ്പം ഗൂഗിളിലും ചാറ്റ് ജിപിടിയിലൊക്കെ അന്വേഷിച്ചപ്പോൾ കണ്ടെന്ന് വെച്ചാൽ 5, 6, 7 ഈ 3 പാർട്ടിലും അവർ സൈമിൾട്ടേനിയസ്ലി ഷൂട്ട് ചെയ്തങ്ങ് തീർക്കും. എന്നിട്ട് അത് ഒരു ഗ്യാപ്പ് വെച്ച് റിലീസ് ചെയ്യും എന്നാണ് ഞാൻ കേട്ടത്. ഇതിൻ്റെ 5th പാർട്ടിന് വേണ്ടി ഇപ്പോൾ എല്ലാവരും ഒരേപോലെ കാത്തു നിൽക്കണം. കാരണം 4th പാർട്ട് അത്രയും ഇമോഷണലി ആയിട്ടാണ് അവസാനിപ്പിച്ചത്. സോ ഇതുവരെ ഈ സിനിമ കാണാത്തവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ചെക്കൗട്ട് ചെയ്ത് നോക്കണം. കാരണം ഏറ്റവും മികച്ച 10 ഹിസ്റ്റോറിക്കൽ വാർ മൂവീസ് എടുത്ത് നോക്കിയാൽ അതിൽ ഈ കിങ്ഡം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ തീർച്ചയായും ഉറപ്പാണ്. സോ കണ്ടു നോക്കുക. നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. തീർച്ചയായും കണ്ടു നോക്കുക, മറന്നു പോകരുത്.